Hare Krishna, Hare Krishna, Krishna. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഭാഷിതത്തിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊരു ഇത് സംസാരിക്കാനായിട്ട് അവസരം തന്ന ഇസ്കോൺ തിരുവനന്തപുരം ഭാരവാഹികളോടും ഒരുപാട് നന്ദി. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹരിനാമത്തിന്റെ മഹാത്മ്യത്തെ പറ്റി സംസാരിക്കാനാണ്. ഇപ്പം ഹരിനാമത്തിന്റെ മഹാത്മ്യം നമുക്ക് നമ്മുടെ ആചാര്യന്മാര് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ചില ഭക്തിവിനോദ് ഠാക്കൂർ ഹരിനാമ ചിന്താമണി എന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതില് നാമമഹാത്മ്യത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ആ ഹരിനാമ ചിന്താമണിയിൽ നിന്ന് എടുത്ത വളരെ കുറച്ച് ഭാഗങ്ങള് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അതിനു മുന്നായിട്ട് എല്ലാവരോടും ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും വളരെ നല്ലൊരു കർമ്മമാണ് നിങ്ങൾ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഹരിനാമം ജപിക്കാനായിട്ട് ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് അതിനും എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോ നമ്മളെല്ലാവരും ആലോചിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആക്ച്വലി ശരിക്കും എന്താണ് നമ്മുടെ കയ്യില് നമ്മൾ ഈ ജപമാല പിടിച്ച് നമ്മള് ജപിക്കുന്നത്, എന്താണ് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെയാണ് നമ്മൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോ ഭക്തിവിനോദ് ഠാക്കൂർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജപമാല എടുത്ത് ജപിക്കുമ്പോ നമ്മള് ഹരിനാമത്തെ ആണ് നമ്മൾ ജപിക്കുന്നത്, അല്ലെ? ഹരിനാമം എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണനും ഭഗവാന്റെ നാമവുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. അപ്പൊ നമ്മള് കൃഷ്ണനെയാണ് ആക്ച്വലി നമ്മുടെ കൈകൊണ്ട് പിടിച്ച് നാമം ജപിക്കുന്നത്. ആക്ച്വലി നമ്മുടെ മുമ്പിൽ കൃഷ്ണൻ വരെ വരുന്നുണ്ട് ആക്ച്വലി. അപ്പോ ഭഗവാൻ നമ്മളോടെല്ലാം വളരെ കാരുണ്യം കാണിക്കുകയാണ്. അതായത് ഭഗവാന് തന്നെ നമുക്ക് നൽകുകയാണ് ആക്ച്വലി. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഇതിന്റെ തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനും ഭഗവാന്റെ നാമവുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. അത് പറയുമ്പോ നമ്മൾ വിചാരിക്കും ഇപ്പൊ ആരുടെയെങ്കിലും ഒരാളുടെ പേര് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മുടെ മുമ്പിൽ വരുമോ? ഇല്ല, അല്ലെ? ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം വരുമോ നമ്മുടെ മുമ്പിൽ? ഇല്ല, അല്ലെ? സ്വർണം എന്ന് വെച്ചാൽ സ്വർണം വരും. അങ്ങനെ അങ്ങനെ ഒരുപാട് കാശാരൊന്നും ആവില്ലല്ലോ. പക്ഷെ ഭഗവാന്റെ നാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഡിഫറെന്റ് ആണ്. കൃഷ്ണ അല്ലെങ്കിൽ രാമ എന്ന് വിളിക്കുമ്പോ ആ ശബ്ദതരംഗത്തിലൂടെ ഭഗവാൻ തന്നെയാണ് നമ്മുടെ മുമ്പില് വരുന്നത് ആക്ച്വലി. അതാണ് ഈ ഹരിനാമത്തിന്റെ വളരെ പ്രത്യേകത. ഭഗവാന്റെ എല്ലാ ശക്തികളും ഭഗവാന്റെ നാമത്തില് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ ഹരിനാമം ഇത്രയ്ക്കും പവർഫുൾ ആവുന്നത്. അപ്പോ നമ്മളൊരിക്കലും ഹരിനാമം ജപിക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഇപ്പൊ നാമം ജപിക്കാതെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഭഗവാനെ സ്മരിക്കാം. അങ്ങനെയല്ല. നമ്മുടെ മുമ്പില് ഭഗവാൻ വളരെ കാരുണ്യപൂർവ്വം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഭഗവാന്റെ തിരുനാമത്തിന്റെ രൂപത്തിൽ. അപ്പൊ നമ്മളെപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുമ്പോ നമ്മളെപ്പോഴും ഭഗവാനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ ഒരു റെഫറൻസോട് കൂടി വേണം ഭഗവാനെ ഹരിനാമം ജപിക്കുമ്പോൾ ഹരിനാമത്തിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഭഗവാനുമായിട്ട് നേരിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വളരെ വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ചൈതന്യ മഹാപ്രഭുവും ഈ ഹരിനാമം, അതായത് ഹരിനാമ സങ്കീർത്തനം ഇത്രയും വലിയ പ്രാധാന്യം ചൈതന്യ മഹാപ്രഭുവും അതിന് നൽകുന്നത്. കാരണം ഈ കലികാലത്തില് നമുക്ക് ധ്യാനയോഗോ അല്ലെങ്കിൽ എന്താ പറയാ വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ യജ്ഞങ്ങളോ അല്ലെങ്കിൽ വേദപഠനങ്ങളോ ഇതൊന്നും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട്.
പക്ഷെ എന്നാൽ ഈ കലികാലത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നാമസങ്കീർത്തനം. അതിന് നമുക്ക് എന്താ പറയാ, ഒന്നും വേണ്ട. നമുക്ക് അതിന് എന്താ പറയാ, വലിയ സമ്പത്തോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വലിയ ഒരു സോഷ്യൽ പൊസിഷനോ അല്ലെങ്കിൽ നമ്മൾക്ക് കാട്ടി ചെന്നിരിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും നിന്നുകൊണ്ട് നമുക്ക് നാമം ജപിക്കാൻ കഴിയുന്നത്. അത് നിങ്ങൾ ധനികനോ അല്ലെങ്കിൽ കാശില്ലാത്തവനോ വിദ്യാഭ്യാസം ഉള്ളവനോ ഇല്ലാത്തവനോ ആരും തന്നെ ആയാലും, നിങ്ങൾ വയസ്സുള്ളവനോ വയസ്സില്ലാത്തവനോ അതായത് ചെറിയ കുട്ടിയോ ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഭഗവാന്റെ തിരുനാമം ഏതവസ്ഥയിലും നമുക്ക് ജപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ തിരുനാമം നമുക്ക് സദാ നമുക്ക് ജപിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഭഗവാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. ഇപ്പോ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും എന്താ പറയാ, നമ്മുടെ ഹരിനാമം അതായത് ഭഗവാന്റെ നാമം, അതായത് ഭഗവാന്റെ നാമം എന്ന് വെച്ചാൽ ഭഗവാനും ഭഗവാന്റെ നാമമായിട്ട് വ്യത്യാസമില്ല. ഭഗവാന്റെ നാമം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നും ഭഗവാന്റെ നാമം അതായത് തിരുനാമം നമ്മുടെ അടുത്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കുന്നില്ല. അവര് അതായത് തിരുനാമം അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഭഗവാന്റെ നാമം ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ആ തിരുനാമത്തെ നമ്മൾ തന്നെ ശരിക്കും കേൾക്കുന്നുണ്ടോ എന്നാണ്. അതായത് ഈ തിരുനാമം ഹരിനാമത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഭഗവാൻ ശബ്ദതരംഗമായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വരികയാണ്. അപ്പൊ നമ്മള് ആ വരുന്ന സമയത്ത് നമ്മള് ആ തിരുനാമത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ശബ്ദതരംഗമായിട്ട് ശബ്ദത്തിന് എന്താ ചെയ്യാൻ കഴിയുക? നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ സ്വീകരിക്കാൻ കഴിയുക? കണ്ണുകൊണ്ട് ശബ്ദത്തിനെ കാണാൻ പറ്റുമോ? ഇല്ല. നാവുകൊണ്ട് രുചിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ചെവികൾ കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും, അല്ലെ? അപ്പൊ നമ്മള് ഹരിനാമം എപ്പോഴും നമ്മുടെ ചെവികൾ കൊണ്ട് കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതായിരിക്കും തിരുനാമവും ശ്രദ്ധിക്കുക. അതായത് ഭഗവാന്റെ ഹരിനാമവും ശ്രദ്ധിക്കുന്നതായിരിക്കും. കാരണം നാമം എന്ന് പറയുന്നത് ഒരു ഡെഡ് മാറ്റർ അല്ല, അതായത് അതിന് ജീവനില്ലാത്ത വസ്തുവല്ല, സ്വയം ഭഗവാനാണ്. ആ ശബ്ദതരംഗമായിട്ട് ഭഗവാൻ വരുമ്പോ ആ ഭഗവാനെ നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ളതാണ് ഭഗവാൻ നോക്കുന്നത്. നമ്മള് എന്താ ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഒരു ശ്രദ്ധയില്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തിരുനാമം വിചാരിക്കും, പക്ഷെ എന്താ നോക്കിയേ, എന്നെ ഇത്രയും ഞാൻ ഇവിടെ കാരുണ്യത്തോടെ ഞാൻ മുമ്പിൽ വന്നിട്ടും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് തിരുനാമം വിചാരിക്കുക. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ പേര് ശ്യാം എന്നാണ്. എന്നെ ഒരാള് എന്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ബാക്കിൽ നിന്ന് എന്നെ ശ്യാം ശ്യാം എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഞാൻ അയാൾ തിരിഞ്ഞു നോക്കും, അല്ലെ? ആ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ വിളിച്ച ആള് എന്നെ നോക്കാതെ വേറെ എവിടേക്കൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ, ആരെ വിളിച്ചേ? ഇയാൾ തന്നെയാണ് എന്നെ വിളിച്ചേ. അയാൾ എന്റെ മുഖത്തേക്ക് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോ എനിക്കും തിരിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ ഓക്കെ, ഞാൻ പിന്നെ തിരിയും, വീണ്ടും ശ്യാം ശ്യാം എന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കുന്നു, അയാൾ എന്റെ മുഖത്തേക്ക് നോക്കാതെ അയാൾ വേറെ വിളിക്കുമെന്ന് നോക്കുന്നു. ഇതാണ് നമ്മള് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് ചെയ്യുന്നത്. ഭഗവാന്റെ നാമം നമ്മൾ ജപിക്കുന്നുണ്ട്, എന്നാൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാന്റെ നാമത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി ഭഗവാൻ എത്രത്തോളം ഇൻസൾട്ട് ആവും എന്നുള്ളത്. അപ്പോ ഇവിടെ നമ്മള് ഒരു പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ഒരു ചോദ്യം നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്, ഭഗവാന്റെ നാമത്തില് ഫുള്ളി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ എന്താ പറയാ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ജപിച്ചിട്ട് ഞാൻ എന്താ പറയാ, എന്നാലും എന്റെ മനസ്സ് ഭയങ്കര ഡിസ്ട്രാക്ട് ആണ്. എനിക്ക് എന്താ പറയാ 16 മാല ജപിച്ചു കഴിഞ്ഞു, പക്ഷെ എന്നാലും എനിക്കൊരു ഫീലിംഗ് ഒന്നും തോന്നുമല്ലോ, ഭക്തിയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു എനിക്കൊന്നും തോന്നില്ല. എന്റെ മൈൻഡ് അല്ലെങ്കിൽ അയ്യോ കൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ എന്റെ മനസ്സ് പലയിടത്തേക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലതും ഒക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ? അപ്പോ ശരിക്കും ഹരിനാമം ഇത്രയ്ക്കും ശക്തി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ഹരിനാമത്തിനല്ല പ്രശ്നം. ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ആ ഹരിനാമത്തെ നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിലാണ് പ്രശ്നം ഇരിക്കുന്നത്. ഒരു ഉദാഹരണം ഭക്തി ഠാക്കൂർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സൂര്യൻ ഉദിച്ച് സൂര്യൻ നന്നായിട്ട് ജ്വലിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളെന്താ ചെയ്യണേ? നമ്മൾ വീട്ടിൽ നിന്നിട്ട് നമ്മുടെ ജനലും വാതിലുകളും ഒക്കെ അടച്ചിട്ടിട്ട്
പറയണം, അയ്യോ വീടിന്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടാക്കിയിട്ട് പറയണം, അയ്യോ എനിക്കൊന്നും കാണുന്നില്ലല്ലോ, ഇവിടെ ഭയങ്കര ഇരുട്ടാണല്ലോ, ഒരു സൂര്യനൊന്നും ഇല്ലേ, സൂര്യപ്രകാശം ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മള് ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിടണം. അപ്പോഴാണ് ആ സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരുള്ളൂ, അല്ലെ? അപ്പോഴേ ആ ഇരുട്ട് മാറുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഭഗവാന്റെ നാമവും. ഭഗവാന്റെ നാമം വരുന്ന സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത് നമ്മള് ഭഗവാനെ ആദ്യം ആ തിരുനാമത്തിന് നമ്മൾ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യണം. ഇത് നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് അതിന് ഒരു വലിയൊരു കവറിങ് ഉണ്ട്. ആ കവറിങ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഹരിനാമത്തിനെ സ്വീകരിക്കാൻ പറ്റുന്നത്. അതാണ് നാമാപരാധം എന്നുള്ളത്. നമ്മള് ഭഗവാനോട് ചെയ്യുന്ന, ഭഗവാന്റെ തിരുനാമത്തോട് ചെയ്യുന്ന അപരാധങ്ങൾ നമുക്കറിയാം, അല്ലെ? 10 അപരാധങ്ങളുണ്ട്, നാമാപരാധങ്ങൾ. ഇതില് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെയധികം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഭക്തന്മാരെ നമ്മൾ കുറ്റം പറയാതിരിക്കുക. നമുക്ക് ഭയങ്കര കുറ്റം പറയാനുള്ള ടെൻഡൻസി കൂടുതലാണ്. നമ്മൾ വെറുതെ ആയാൽ പോലും, ഒരു പ്രഗത്ഭരായിട്ട് പോലും നമ്മൾ കുറ്റം പറയാതിരിക്കുക. ആ അത് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമുക്ക് കുറെയൊക്കെ നമുക്ക് നമ്മുടെ നാമജപത്തില് മുന്നേറാനായിട്ട് നമുക്ക് കഴിയും. പിന്നീട് നമ്മൾ അതിന് ഈ അപരാധങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അശ്രദ്ധ മാറ്റി വയ്ക്കുക. നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മള് ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും പറ്റണില്ലോ, മനസ്സ് അവിടെ ഓക്കെ, വീണ്ടും ശ്രമിക്കുക, വീണ്ടും മനസ്സ് പോകുന്നു, വീണ്ടും ശ്രമിക്കുക. ഇതിങ്ങനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ ശ്രമിച്ചിട്ട് നമ്മുടെ മനസ്സ് പിന്നീട് കൈവിട്ട് പോകുമ്പോൾ അതിനൊരു പരാജയമായിട്ട്, അതിനൊരു തോൽവിയെ നമ്മൾ ഒരിക്കലും കാണരുത്. അത് നമ്മുടെ പ്രാക്ടീസാണ്. നമ്മൾ അങ്ങനെ എഫേർട്ട് ഇടുമ്പോൾ നാമമാല ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ കാണുകയാണ് നമ്മുടെ എഫേർട്ട്. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് അവൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. സോ നമുക്ക് ഹരിനാമം തന്നെ, ഭഗവാൻ തന്നെ നമുക്ക് ശക്തി നൽകും അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാനായിട്ട്. ഇപ്പൊ നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി അറ്റൻറ്റീവായിട്ട് നമ്മൾ നാമം ജപിക്കുക. നാമം ജപിക്കുമ്പോൾ അറ്റൻറ്റീവായിട്ട് തന്നെ ആ നാമത്തിനെ നമ്മൾ കേൾക്കാനും നമ്മൾ ശ്രമിക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ പ്രോപ്പർലി ചെയ്താൽ തന്നെ നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ കഴിയണം. അതിനാണ് നാമസ്മരണ എന്ന് പറയുന്നത്. ഭഗവാനെ നമുക്ക് സ്മരിക്കാനായിട്ട് കഴിയുള്ളൂ. അല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ശ്രീല പ്രഭുപാദ നമ്മുടെ ആചാര്യന്മാരും പറയുന്നത്, നാമം ജപിക്കുമ്പോൾ ആദ്യം നാമത്തിനെ തന്നെ നമ്മൾ സ്മരിക്കണം. ആ നാമമാണ് നമുക്ക് ഭഗവാനെ നമുക്ക് റിവീൽ ചെയ്ത് തരുന്നത്. നമ്മളല്ലാതെ നമ്മൾ ഭഗവാനെ സ്മരിക്കാൻ, ഭഗവാന്റെ രൂപം സ്മരിക്കാനോ ഇതിനൊന്നും ശ്രമിക്കേണ്ട. നമ്മൾ ആ ജപിക്കുന്ന ആ മന്ത്രത്തിന് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ ഹൃദയം നമുക്ക് ശുദ്ധീകരിച്ചെടുത്ത് പിന്നെ ആ തിരുനാമം നമുക്ക് ഭഗവാനെ നമുക്ക് റിവീൽ ചെയ്ത് തരും. അപ്പൊ അങ്ങനെ ഭഗവാനെ സ്മരിക്കാൻ കഴിയുന്നു. അതുവഴി ഭഗവാന്റെ ലീലകൾ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നു. ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രഷൻ. അതായത് നാമം ജപിക്കുന്നവരുടെ നാമ, ഗുണ, ലീല. അങ്ങനെ നമ്മൾക്ക് ഒരു തലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാമം ജപിക്കാതെ നമുക്ക് ഇരിക്കാൻ പറ്റാതെ, എന്റെ ജീവിതം എങ്ങനെ ഞാൻ ജീവിക്കും നാമമില്ലെങ്കിൽ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. പിന്നെ സദാ നമുക്ക് ഭഗവാന്റെ അഷ്ടകാലിക ലീലകളും എല്ലാം സ്മരിച്ചുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി, വളരെ പ്രേമപൂർവ്വം നമുക്ക് നാമം ജപിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഓരോ മന്ത്രം ജപിക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും അതില് ആസക്തി നമുക്ക് കൂടിക്കൂടി വരും. സോ ആ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധന കൊണ്ട്, നമ്മുടെ സാധന ചെയ്യുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അതാണ് കൃഷ്ണപ്രേമം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഭക്തി, ഹൈതുകമായ ഭക്തി നമുക്ക് നേടിയെടുക്കാനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ കൃഷ്ണപ്രേമം അല്ലെങ്കിൽ നമ്മൾ ആ സാധ്യത നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? അത് പടിപടിയായിട്ട് അതിന്റെ ആ പ്രോസസ്സുകൾ നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പൊ ആദ്യം നമ്മൾ അറ്റൻറ്റീവ് ആയിരിക്കണം. നമ്മൾ ശ്രദ്ധ നമുക്ക് നമ്മുടെ നാമം ജപിക്കുന്ന ആ പ്രോസസ്സിൽ നമുക്ക് വളരെയധികം വേണം. എന്നാൽ മാത്രമേ നമുക്ക് പടിപടിയായിട്ട് ഈ ഹരിനാമത്തിലൂടെ നമുക്ക് ഭഗവാന്റെ കൃഷ്ണപ്രേമം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഹരേ കൃഷ്ണ.